സർക്കാരിനെയും മുഖ്യമന്ത്രിയെയും പുകഴ്ത്തി പറയുന്നവർക്ക് മുഖ്യമന്ത്രിയുടെ കാറിൽ പരിപാടികളിൽ ചെന്നിറങ്ങാം. മറിച്ച് അതിജീവനത്തിന് വേണ്ടി പോരാടുന്ന സമരം ചെയ്യുന്നവർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുകയോ അവരെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് പോസ്റ്റ് ഇടുകയോ അല്ലെങ്കിൽ അഭിപ്രായങ്ങൾ പറയുകയോ ചെയ്യുന്നവരെ അവരുടെ സ്ഥാനത്ത് നിന്ന് ഔദ്യോഗികമായ അറിയിപ്പുകളില്ലാതെ പുറത്താക്കുന്ന ഒരു രീതി. എന്നാൽ സർക്കാർ എന്ത് സന്ദേശമാണ് ഇതിലൂടെ നൽകുന്നതെന്ന് മനസ്സിലാവുന്നില്ല. ഇപ്പം കഴിഞ്ഞ ദിവസം തന്നെ ചലച്ചിത്ര അക്കാദമി ചെയർമാനായ പ്രേംകുമാറിനെ ആ സ്ഥാനത്ത് നിന്ന് മാറ്റി. കാലാവധിയായിട്ടായിരിക്കാം മാറ്റിയിരിക്കുന്നത്, പക്ഷെ ഔദ്യോഗികമായ ഒരു അറിയിപ്പ് പോലും നൽകിയിട്ടില്ല. പിന്നെ പ്രേംകുമാർ ചെയ്ത തെറ്റ് എന്ന് പറയുന്നത് ആശാ വർക്കർമാരുടെ സമരത്തിൽ പിന്തുണ അറിയിച്ചു എന്നുള്ളതാണ്. അപ്പം എന്നിട്ട് ഇപ്പൊ പുതിയതായിട്ട് റസൂൽ പൂക്കുറ്റി ചാർജ് എടുത്തിട്ടുണ്ട്, അല്ലെങ്കിൽ ചെയർമാൻ സ്ഥാനത്തേക്ക് വന്നിട്ടുണ്ട്. അപ്പൊ മറ്റൊരു സന്ദേശം കൂടി സർക്കാർ ഇതിലൂടെ നൽകുന്നില്ലേ റസൂൽ പൂക്കുറ്റിക്ക്? തങ്ങളുടെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് നിന്നാൽ മാത്രമേ ഈ സ്ഥാനത്തിരിക്കാൻ പറ്റൂ, അല്ലെങ്കിൽ നിലനിൽപ്പുള്ളൂ എന്ന തലത്തിലേക്ക് മാറിയില്ലേ കാര്യങ്ങൾ? ഒരു ഏകാധിപത്യ രീതിയല്ലേ ഇത്? അല്ല, CPM ഈ വിഷയത്തിൽ ചെയ്തത് പറഞ്ഞ പോലെ ഒരു താക്കീത്. അത് എന്താ പറയുക, പ്രേംകുമാറിന് മാത്രമല്ല, പിന്നാലെ അദ്ദേഹത്തിന്റെ പിൻഗാമിയായിട്ട് അവിടെ ആ സ്ഥാനം ഏറ്റെടുത്തിരിക്കുന്ന റസൂൽ പൂക്കുട്ടി, ഒപ്പം തന്നെ നമുക്കറിയാം കലാമണ്ഡലം ഇതിന്റെ ചാൻസലറായിട്ടിരിക്കുന്ന മല്ലിക സാരാഭായ്, ഇവർക്കൊക്കെയുള്ള ഒരു മുന്നറിയിപ്പാണ്. അതായത് തങ്ങളുടെ എന്താ പറയുക, അന്തം കമ്മികളായിട്ടുള്ള ഒരു കൂട്ടം ആൾക്കാരെയാണ് തങ്ങൾക്ക് വേണ്ടത്, തങ്ങളുടെ ശില്പതികളായിട്ട് വേണ്ടത് എന്നൊരു ശാഠ്യത്തിന്റെയും ഒക്കെ തന്നെ ഒരു പ്രതിഫലനമാണ് നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നത്. നോക്കൂ, കഴിഞ്ഞ ദിവസമാണ് ഈ പറയുന്ന ചലച്ചിത്ര അക്കാദമിയുടെ ചെയർമാൻ സ്ഥാനത്ത് നിന്ന് അദ്ദേഹം വൈസ് ചെയർമാനായിരുന്നു, ചെയർമാന്റെ ചുമതല വഹിക്കുകയായിരുന്നു. നടനും ഒക്കെ ആയിട്ടുള്ള പ്രേംകുമാറിനെ എടുത്ത് മാറ്റുന്നത്. പിന്നീട് ചലച്ചിത്ര അക്കാദമി അങ്ങനെ പുനഃസംഘടിപ്പിക്കുകയാണ്. ചെയർമാനായിട്ട് എന്താണ് പറയുക, ഓസ്കാർ ജേതാവായ റസൂൽ പൂക്കുട്ടിയെ നിയമിക്കുന്നു. വൈസ് ചെയർമാനായി ചെയർപേഴ്സണായിട്ട് കുക്കു പരമേശ്വരൻ വരുന്നു. ഇത്തരത്തിൽ അത് പുനഃസംഘടിപ്പിക്കാനും പുതിയ ഭാരവാഹികളെ ഏൽപ്പിക്കാനും ഒക്കെയുള്ള പൂർണ്ണമായ അധികാരം സർക്കാരിൽ നിക്ഷിപ്തമാണ്. സാംസ്കാരിക വകുപ്പാണ് അക്കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അതിനകത്തൊന്നും യാതൊരു തർക്കവുമില്ല. പക്ഷേ ഇവിടെ പ്രേംകുമാറിന്റെ സ്ഥാനചലനം വന്ന ഒരു സാഹചര്യം, അതെങ്ങനെയാണ് അദ്ദേഹത്തെ സ്ഥാനഭ്രഷ്ടനാക്കിയത് എന്നതൊക്കെയാണ് ഈ CPMന്റെ ഇത്തരത്തിലുള്ള മനുഷ്യത്വ വിരുദ്ധമായ യാതൊരു മാനുഷിക മൂല്യങ്ങളും നൽകാത്ത തരത്തിലുള്ള അവരുടെ പെരുമാറ്റങ്ങളെയൊക്കെ ചൂണ്ടിക്കാട്ടുന്നത്. ഈ പ്രേംകുമാർ കഴിഞ്ഞ ചലച്ചിത്ര അക്കാദമി ഭരണസമിതിയിലെ വൈസ് ചെയർമാനായിരുന്നു. അന്ന് ചെയർമാൻ ആരാണെന്ന് നമുക്കറിയാമല്ലോ, നടനും സംവിധായകനും ഒക്കെ ആയിട്ടുള്ള രഞ്ജിത്ത് ആയിരുന്നു. രഞ്ജിത്തിന് എതിരെ ഒരു ആരോപണം വരുന്നു. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നതിന് ശേഷം ഒരു നടി തന്നെ, ഒരു ബംഗാളി നടി തന്നെ അദ്ദേഹത്തിനെതിരെ വലിയ രീതിയിലുള്ള ഒരു ലൈംഗിക ആരോപണം ഉന്നയിച്ചുകൊണ്ട് രംഗത്ത് വരുന്നു. ആ രഞ്ജിത്തിനെ സംരക്ഷിക്കാനായിട്ട് ഏതറ്റം വരെയും സർക്കാർ ആ സമയത്തൊക്കെ പോയി അദ്ദേഹത്തെ പുറത്താക്കാൻ യാതൊരു നടപടിയും ആദ്യഘട്ടത്തിലും സ്വീകരിച്ചില്ല. അപ്പോൾ അത്തരത്തിലുള്ള എന്താ പറയുക, ആൾക്കാരെയൊക്കെ തന്നെ തങ്ങളുടെ മുഖമായിട്ട് നിലനിർത്താനൊക്കെയാണ് സർക്കാരിന്റെ ശ്രമം. ഇങ്ങനെ ലൈംഗിക അപവാദ കേസുകൾ പെടുന്നവരെയൊക്കെ തന്നെ ചേർത്ത് പിടിക്കാനാണ് സർക്കാരിന്റെ ആഗ്രഹം. പക്ഷേ സ്ത്രീപക്ഷ നിലപാട് അവർ പറയുകയും ചെയ്യും. ഏറ്റവും ഒടുവിൽ അവർക്ക് ഗതി കെട്ടിട്ട് അദ്ദേഹത്തെ ആ സ്ഥാനത്ത് നിന്ന് മാറ്റേണ്ടി വന്നു. അദ്ദേഹം രാജിവെച്ച് പുറത്തു പോകുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടു. ആ സമയത്താണ് ഈ പറയുന്ന പ്രേംകുമാറിനെ, വൈസ് ചെയർമാനായിരുന്നു പ്രേംകുമാറിന് ചെയർമാന്റെ പദവി കൂടി നൽകി, അധിക ചുമതല കൂടി നൽകി അദ്ദേഹത്തെ ആ ചുമതല ഏൽപ്പിക്കുന്നത്. അദ്ദേഹം അത് വളരെ ഭംഗിയായിട്ട് പിന്നീടുള്ള ഒരു വർഷത്തിലധികം കാലം അദ്ദേഹം നിറവേറ്റി. 2025 ഈ എന്താ പറയുക, IFFK തൊട്ട് മുൻപായിട്ടാണ് പ്രേംകുമാറിന് ചുമതല കൊടുക്കുന്നത്. അതിനുശേഷം അദ്ദേഹം ആ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ 2024 IFFK വളരെ മികച്ച രീതിയിൽ അദ്ദേഹം പൂർത്തീകരിച്ചു, സംഘടിപ്പിച്ചു. അതിന്റെ പേരിൽ അദ്ദേഹം വലിയൊരു അഭിനന്ദനം, അദ്ദേഹത്തിന് വലിയ കയ്യടിയാണ് അദ്ദേഹത്തിന് സോഷ്യൽ മീഡിയയിൽ ഉൾപ്പെടെ സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഉൾപ്പെടെ അദ്ദേഹത്തിന് കിട്ടിയത്. അങ്ങനെ ഒരു പ്രശ്നവുമില്ലാതെ കുറ്റമറ്റ രീതിയിൽ ചലച്ചിത്ര അക്കാദമിയെ മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു ആളായിരുന്നു പ്രേംകുമാർ. പൊടുന്നനെയാണ് മെനഞ്ഞാന്ന് അദ്ദേഹത്തെ പുറത്താക്കിക്കൊണ്ടുള്ള വാർത്ത പുറത്തു വരുന്നത്. ഒപ്പം തന്നെ റസൂൽ പൂക്കുട്ടിയെയും പുതിയ ഭരണസമിതിയെയും ചുമതലയേൽപ്പിക്കുന്നുവെന്ന് പറഞ്ഞുകൊണ്ടുള്ള വാർത്തകളും ആ സമയത്ത് പുറത്തു വരുന്നു. ആ വാർത്തയിലൂടെയാണ് ഈ പറയുന്ന നിലവിലെ ആ ചെയർമാന്റെ പദവി വഹിക്കുന്ന പ്രേംകുമാർ തന്നെ പുറത്താക്കി എന്നുള്ള വാർത്തയെ അറിയുന്നത്. അത് വലിയ രീതിയിൽ അദ്ദേഹത്തിന് വിഷമമുണ്ടാക്കി. അങ്ങനെ അദ്ദേഹം പ്രതികരിച്ചില്ലെങ്കിൽ പോലും അവിടെ നിന്നും കടന്നുകൊണ്ട് സർക്കാർ അദ്ദേഹത്തോടുള്ള പ്രതികാരം ചെയ്തത് എന്ന് പറയുന്നത്, ഈ പുതിയ ചെയർമാൻ ഇന്നലെയാണ് ചുമതലയേറ്റു, റസൂൽ പൂക്കുട്ടി ഉൾപ്പെടെയുള്ള പുതിയ ഭരണസമിതി ഇന്നലെ ചുമതലയേറ്റു. ആ ചടങ്ങിലേക്ക് പ്രേംകുമാറിനെ ഔദ്യോഗികമായിട്ട് യാതൊരു അറിയിപ്പും കൊടുത്തില്ല, അദ്ദേഹത്തെ ക്ഷണിച്ചില്ല. ഇന്നാണ് അദ്ദേഹം അതുമായി ബന്ധപ്പെട്ട് പ്രതികരണം നടത്തിയത്. രാവിലെ ഒരു മാധ്യമത്തിന് കൊടുത്ത പ്രതികരണത്തിൽ അദ്ദേഹം പറഞ്ഞത്, എനിക്ക് വലിയ വേദനയുണ്ട്, കാരണം തന്നെ പുറത്താക്കുന്ന കാര്യം ഔദ്യോഗികമായിട്ട് അറിയിച്ചില്ല, പുതിയ ഭരണസമിതിയെ നിയമിക്കുന്ന കാര്യം ഔദ്യോഗികമായിട്ട് അറിയിച്ചില്ല. പുതിയ ഭരണസമിതി ചുമതലയേൽക്കുമ്പോൾ, പുതിയ ചെയർമാൻ ചുമതലയേൽക്കുമ്പോൾ സ്ഥാനം ഒഴിയുന്ന ചെയർമാൻ സ്വാഭാവികമായിട്ടും അവിടെ കാണേണ്ടതാണ്, ഒരു സാന്നിധ്യമായിട്ട് അദ്ദേഹത്തിന്റെ സാന്നിധ്യം അവിടെ വേണ്ടതാണ്. അത് നിർബന്ധമൊന്നുമില്ല, പക്ഷെ അതൊരു മര്യാദയുടെ ഭാഗമാണ്.
അത്തരം ഒരു സാഹചര്യം അദ്ദേഹത്തിന് ഒരുക്കി കൊടുത്തില്ല. അദ്ദേഹം അതിനകത്ത് വലിയ വേദനയോട് പറയുന്നുണ്ട്. കാരണം ചെറിയ ആളൊന്നുമല്ല പുതിയ ചുമതല ഏറ്റെടുക്കുന്നത്. തന്റെ പിൻഗാമിയായിട്ട് വരുന്നത് ഇന്ത്യയുടെ മലയാള സിനിമയുടെ യശസ് ഒക്കെ തന്നെ വാനോളം ഉയർത്തിയ ഓസ്കാർ അവാർഡ് ജേതാവായ റസൂൽ പൂക്കുട്ടിയാണ്. അപ്പോൾ അത്തരം ഒരു ചടങ്ങിൽ തനിക്ക് സംബന്ധിക്കാൻ കഴിയാത്തത് അങ്ങേയറ്റം വേദന ഉണ്ടാക്കിയ കാര്യമാണ്. എന്തുകൊണ്ടാണ് അത്തരം കാര്യങ്ങൾ ചെയ്തത്, ആ രീതിയിൽ തന്നോട് പെരുമാറിയതെന്ന് അറിയത്തില്ല. അത് വലിയ വേദന ഉണ്ടാക്കി എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. ഒപ്പം തന്നെ ഔദ്യോഗികമായിട്ട് തനിക്ക് ഒരു അറിയിപ്പും ഇതുമായി ബന്ധപ്പെട്ട് തന്നെ പുറത്താക്കിയത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, ഒപ്പം തന്നെ ഈ ചുമതല പുതിയ സംവരണ സമിതി ഏറ്റത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഒന്നും തന്നെ ഔദ്യോഗികമായിട്ട് അറിയിച്ചിട്ടില്ല എന്ന് അദ്ദേഹം ഇന്ന് മാധ്യമങ്ങളിൽ തുറന്ന് പറയുന്നുണ്ട്. അത് ഈ സർക്കാർ, ഇടതുപക്ഷ സർക്കാർ ജനങ്ങൾക്കൊപ്പം നിൽക്കുന്ന അല്ലെങ്കിൽ സാധാരണക്കാർക്കൊപ്പം നിൽക്കുന്ന മനുഷ്യത്വമുള്ള മാനുഷിക മൂല്യങ്ങൾക്ക് വില കൽപ്പിക്കുന്ന സർക്കാർ എന്ന് സ്വയം അവകാശപ്പെടുന്ന ഒരു സർക്കാരാണ് അത്തരത്തിലൊരു അതെ അവരുടെ അവകാശവാദം മാത്രമാണ് അത്തരം ഒരു നടപടി ചെയ്തത്. ഇനി ഈ നടപടിയിലേക്ക് ഈ സർക്കാരിനെ അല്ലെങ്കിൽ CPM ആണല്ലോ ഈ സാംസ്കാരിക വകുപ്പൊക്കെ ഭരിക്കുന്നത്, ഈ നിയമനങ്ങളൊക്കെ നടത്തുന്നത് CPM തന്നെയാണ്. അപ്പോൾ അതിലേക്ക് അവരെ നയിച്ചതിനായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒന്ന് രണ്ട് കാര്യങ്ങൾ നമുക്കറിയാം. പ്രേംകുമാർ എന്ന് പറയുന്നത് ഇടതുപക്ഷ അനുഭാവിയാണ്, CPM അനുഭാവിയാണ്. അദ്ദേഹം ആ രീതിയിൽ മുന്നോട്ട് പോകുന്ന ഒരു വ്യക്തിയാണ്. അതേസമയം തന്നെ അദ്ദേഹം പലപ്പോഴും തന്റെ നിലപാടുകൾ സ്വതന്ത്രമായിട്ട് വെട്ടിത്തുറന്ന് പറയുകയും ചെയ്തിട്ടുണ്ട്. പലതൊക്കെ വലിയ വിവാദങ്ങളുമായിട്ടുണ്ട്. അദ്ദേഹം ഈ സീരിയലിനെ കുറിച്ചൊക്കെ അദ്ദേഹം പറഞ്ഞിട്ടുള്ള പ്രസ്താവനകളൊക്കെ തന്നെ വലിയ വിവാദമായി മാറുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോഴേ അദ്ദേഹവുമായി ബന്ധപ്പെട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന രണ്ട് സംഭവങ്ങളുണ്ട്. CPM-നെ അദ്ദേഹത്തിന് അനഭിമതനാക്കിയ രണ്ട് വിഷയങ്ങൾ. ഏറ്റവും ഒടുവിൽ നടന്ന സംഭവം കഴിഞ്ഞ ആഴ്ചയാണ്. ഈ സാംസ്കാരിക വകുപ്പുമായിട്ട് ബന്ധപ്പെട്ട് സാംസ്കാരിക വകുപ്പ് സംഘടിപ്പിക്കുന്ന ഒരു കോൺക്ലേവ്, അതിന്റെ ആലോചനാ യോഗം നടന്നു. ആ യോഗത്തില് CPM-ന്റെ ജനറൽ സെക്രട്ടറി MA ബേബി ഉൾപ്പെടെയുള്ളവർ പങ്കെടുത്തു. ആ യോഗത്തില് സ്വാഭാവികമായിട്ടും ഈ പറയുന്ന പ്രേംകുമാറും പങ്കെടുത്തിരുന്നു. ആ യോഗത്തിൽ വെച്ചുകൊണ്ട് ഈ ആശാ വർക്കർമാരുടെ സമരവുമായി ബന്ധപ്പെട്ട് പ്രേംകുമാർ ഒരു പ്രസ്താവന നടത്തി. അദ്ദേഹം പറഞ്ഞത് ആശമാരുടെ സമരം എത്രയും പെട്ടെന്ന് തീർക്കണം, അല്ലെങ്കിൽ അത് സർക്കാരിന്റെ നാണക്കേടാകും, തിരിച്ചടിയാകും. ഇത് മുന്നോട്ട് കൊണ്ടുപോയി കഴിഞ്ഞാൽ സർക്കാരിന് പല രീതിയിലും വരുന്ന തെരഞ്ഞെടുപ്പുകളിലും ഒക്കെ തന്നെ തിരിച്ചടിയാകും. അത് എത്രയും പെട്ടെന്ന് അത് ഒന്ന് ഒത്തുതീർപ്പാക്കണം എന്നൊരു അഭിപ്രായം അദ്ദേഹം ആ യോഗത്തിൽ പ്രകടിപ്പിച്ചു. അതാണ് സർക്കാരിനെ പൊടുന്നനെ ഈ പ്രേംകുമാറിനെതിരാക്കി മാറ്റിയ ഒരു കാര്യമെന്നാണ് നമുക്ക് പുറത്തു വരുന്ന വിവരങ്ങളിലൂടെ മനസ്സിലാക്കാൻ കഴിയുന്നത്. ഒപ്പം തന്നെ മറ്റൊരു പശ്ചാത്തലം കൂടി ഇതിനുണ്ട്. നമുക്കറിയാം, 2 മാസം മുൻപാണ് നിലമ്പൂരിലെ ഉപതെരഞ്ഞെടുപ്പ് നടന്നത് അല്ലെ. നിലമ്പൂരിലെ ഉപതെരഞ്ഞെടുപ്പില് CPM-ന്റെ LDF-ന്റെ സ്ഥാനാർത്ഥി എന്ന് പറയുന്നത് CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന M സ്വരാജ് ആയിരുന്നു. സ്വാഭാവികമായിട്ടും എല്ലാ തെരഞ്ഞെടുപ്പുകളിലും CPM അവരുടെ സാംസ്കാരിക നായകന്മാരെ ഒക്കെ തന്നെ രംഗത്തിറക്കാറുണ്ട്. സാംസ്കാരിക കൂട്ടായ്മ സംഘടിപ്പിക്കാറുണ്ട്. ഈ പറയുന്ന സിനിമാ നടന്മാരെയും നടിമാരെയും ഗായകരെയും CPM-നൊപ്പം നിൽക്കുന്ന അല്ലെങ്കിൽ ഇടതുപക്ഷത്തിനൊപ്പം നിൽക്കുന്ന കലാകാരന്മാരെ എല്ലാം അണിനിരത്തിക്കൊണ്ട് മണ്ഡലങ്ങളിൽ അവർ പ്രചരണം നടത്തുകയും ഒക്കെ ചെയ്യാറുണ്ട്. അത്തരത്തില് ഈ നിലമ്പൂരിലെ നിയമസഭാ ഉപതെരഞ്ഞെടുപ്പ് സമയത്തും അത്തരമൊരു സാംസ്കാരിക കൂട്ടായ്മ അവിടെ സംഘടിപ്പിച്ചു. അതിലേക്ക് ഈ പറയുന്ന ചലച്ചിത്ര അക്കാദമി ചെയർമാൻ പദവി വഹിച്ചുകൊണ്ടിരുന്ന പ്രേംകുമാറിനെ ക്ഷണിച്ചു. പക്ഷെ പ്രേംകുമാർ അത്തരത്തിൽ നേരിട്ടൊരു പാർട്ടി പരിപാടിയിലേക്ക് പോകാൻ അദ്ദേഹം സന്നദ്ധനായില്ല. പരിപാടിയിൽ നിന്നും അദ്ദേഹം വിട്ടു നിൽക്കുകയാണ് ചെയ്തത്. ആ വിഷയത്തില് ഇപ്പൊ CPM-നും ഒപ്പം തന്നെ അവിടെ സ്ഥാനാർത്ഥിയായിരുന്ന സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗമായിരുന്ന M സ്വരാജിനും വലിയ രീതിയിലുള്ള ഒരു വിഷമം ഉണ്ടായിരുന്നു, ഒരു അതൃപ്തി ഉണ്ടായിരുന്നു. കാരണം M സ്വരാജ് എന്ന് പറയുന്നത് CPM-ന്റെ സാംസ്കാരിക വിഭാഗത്തിന്റെ ചുമതലയുള്ള സെക്രട്ടേറിയറ്റ് അംഗമാണ്. അപ്പോൾ അത്തരം ഒരാൾക്ക് വേണ്ടിയിട്ട് പ്രചരണത്തിന് എന്തുകൊണ്ട് പ്രേംകുമാർ വന്നില്ല? പാർട്ടിക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ നടക്കുന്ന, പാർട്ടിയോട് ചേർന്ന് പോകുന്ന ഒരാളാണ് അദ്ദേഹം, എന്തുകൊണ്ട് ഇത്തരം പ്രചരണ പരിപാടികൾക്ക് വന്നില്ല? ഒപ്പം തന്നെ പാർട്ടിയുമായി ബന്ധപ്പെട്ടുള്ള അത്തരത്തിലുള്ള പരിപാടികളിലൊക്കെ അദ്ദേഹത്തെ ക്ഷണിച്ചാലും അദ്ദേഹം ഒരു അനുഭാവിയാണെങ്കിൽ പോലും പ്രകടമായിട്ട് അദ്ദേഹം ഒരു പാർട്ടി പരിപാടികളിൽ പങ്കെടുക്കുകയോ ഒന്നും ചെയ്യുന്ന ഒരു വ്യക്തി കൂടിയല്ല. അപ്പോൾ അതൊക്കെ തന്നെ ഈ CPM-നെ അദ്ദേഹത്തെ അനഭിമതനാക്കിയ ചില കാര്യങ്ങളാണ്. അതിന്റെ ഭാഗമായിട്ടാണ് പെട്ടെന്ന് പൊടുന്നനെ ഒരു സുപ്രഭാതത്തിലെ അദ്ദേഹത്തെ പുറത്താക്കുന്നത്. അദ്ദേഹത്തെ പുറത്താക്കുമ്പോൾ 2 പ്രധാനപ്പെട്ട സംഭവങ്ങൾ കൂടി ഇനി നടക്കാനുണ്ട്. ഒന്നെന്ന് പറയുന്നത് ഈ കഴിഞ്ഞ വർഷത്തെ ഈ സംസ്ഥാന ചലച്ചിത്ര അവാർഡുകൾ പ്രഖ്യാപിക്കാനിരിക്കുകയാണ്. ഇന്നലെ പ്രഖ്യാപിക്കുമെന്നാണ് അത് കരുതപ്പെട്ടത്. എന്നാൽ ഇന്നലെ മറ്റൊരു പ്രഖ്യാപനങ്ങൾ സർക്കാരിന്റെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു. അത് ഈ വാർത്തയിൽ മുങ്ങിപ്പോകുമോ എന്ന് പേടിച്ചുകൊണ്ട് അത് മാറ്റിവെച്ച് അത് നാളെയാണ് പ്രഖ്യാപിക്കാൻ പോകുന്നത്. തൃശ്ശൂരിൽ അത് പ്രഖ്യാപിക്കുകയാണ് സംസ്ഥാന ചലച്ചിത്ര അവാർഡുകൾ. ഒപ്പം തന്നെ അടുത്ത IFFK വരികയാണ്. കേരളത്തിന്റെ അന്താരാഷ്ട്ര ചലച്ചിത്രോത്സവം തിരുവനന്തപുരത്ത് നടക്കാൻ പോവുകയാണ്. ഡിസംബറിലാണ് നടക്കാൻ പോകുന്നത്. അപ്പോൾ അതിന് തൊട്ടു മുൻപായിട്ട് പെട്ടെന്ന് ഇദ്ദേഹത്തെ ഈ 2 കാര്യങ്ങൾ മുന്നിൽ നിൽക്കുക അദ്ദേഹത്തെ പെട്ടെന്ന് ധൃതി പിടിച്ച് മാറ്റിയത് എന്ത് എന്ന ചോദ്യം വലിയ രീതിയിൽ ഉയരുന്നുണ്ട്. പ്രേംകുമാർ അതുമായി ബന്ധപ്പെട്ട് ഈ പാർട്ടിയോട് അല്ലെങ്കിൽ ഈ ആശാ സമരവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊന്നും തന്നെ അദ്ദേഹം പറയുന്നില്ല. അതൊന്നും ആയിരിക്കില്ല, സർക്കാരിന് അതിനുള്ള അവകാശമുണ്ട്, അധികാരമുണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ഈ വിഷയങ്ങൾ മുൻനിർത്തിക്കൊണ്ടാണ് ഈ 2 വിഷയങ്ങൾ CPM-നെ ചുടിപ്പിച്ചിട്ടുണ്ടെന്നുള്ള കാര്യം സംശയമില്ലാത്ത കാര്യമാണ്. അതിന്റെ പിന്നാലെയാണ് പെട്ടെന്നും ഈ ആശമാരുടെ സമരവുമായി ബന്ധപ്പെട്ട് അദ്ദേഹം നടത്തിയ ഒരു പ്രസ്താവന. അതിന് പിന്നാലെ സർക്കാർ തന്നെ ആശമാർക്ക് 1000 രൂപ ഓണറേറിയം കൂട്ടിക്കൊടുക്കുന്ന കാഴ്ചയൊക്കെ നമ്മൾ കണ്ടു. അതിന് തൊട്ടടുത്ത ദിവസം തന്നെ പ്രേംകുമാറിനെ മാറ്റിക്കൊണ്ടുള്ള ഒരു തീരുമാനം സർക്കാരിന്റെ ഭാഗത്ത് നിന്നും ഉണ്ടായിട്ടുണ്ട്.
അപ്പൊ ഇതുപോലെയുള്ള പോസ്റ്റിൽ ഇരിക്കുന്നവർ ഒരു കാരണവശാലും തങ്ങളുടെ നിലപാടോ അഭിപ്രായങ്ങളോ ഇനി പറയാൻ പാടില്ല. അല്ല, അവർക്കൊക്കെ ഉള്ള ഒരു മുന്നറിയിപ്പാണിത്. പ്രധാനമായിട്ടും നമുക്കറിയാമല്ലോ, ഈ പറയുന്ന നേരത്തെ പറഞ്ഞ പോലെ ഈ കലാമണ്ഡലം ചാൻസലർ ആയിട്ടുള്ള മല്ലിക സാരാഭായ് കേരളത്തിൽ ആൾക്കാരില്ലാത്ത പോലെയാണ് കലാമണ്ഡലത്തിന്റെ ചാൻസലറായിട്ട് പുറത്തു നിന്നും അവരെ കൊണ്ടുവന്ന് ചുമതല കൊടുത്തത്. അവരടുത്തിടയ്ക്ക് പറഞ്ഞൊരു സംഭവമുണ്ട്, കലാമണ്ഡലത്തിൽ അവിടെ മെയിൽ അയക്കാൻ പോലും കമ്പ്യൂട്ടർ ഓൺ ആക്കാൻ പോലും അറിയാത്തവരാണ്. കാരണം ആ രീതിയിൽ സർവകലാശാലകളിലെല്ലാം തന്നെ എന്താണ് ഈ പറയുന്ന CPM നേതാക്കളെയും ഇടതുപക്ഷ നേതാക്കളെയും ഒക്കെ തന്നെ പിൻവാതിൽ നിയമനത്തിലൂടെ തിരികെ കയറ്റി വെച്ചിരിക്കുകയാണ്. അവർക്കൊന്നും ഒരു കാര്യവും അറിയത്തില്ല, ABC അറിയാത്ത, ആ മേഖലയുമായി ബന്ധമില്ലാത്ത ആൾക്കാരെയൊക്കെ പാർട്ടിയുടെ ആൾക്കാരെ സ്ഥാനമാനങ്ങൾ നൽകി അവിടെ ചുമതല, ഓഫീസ് ജോലി ഉൾപ്പെടെ ചുമതല ഏൽപ്പിച്ചിരിക്കുകയാണ്. അവർ പറഞ്ഞത് ഇതൊരു നാണക്കേടാണ്, ഇതുമായി ബന്ധമുള്ള ആരും ഇവിടെ ഇല്ല, ഈ കമ്പ്യൂട്ടർ ഓൺ ആക്കാൻ പോലും അറിയാവുന്ന ആരുമില്ല, ഒരു മെയിൽ അയക്കാൻ പോലും, ഇംഗ്ലീഷിൽ ഒരു മെയിൽ അയക്കാൻ പോലും അറിയാവുന്നവർ ആരുമില്ല, ഇത് ശരിയായ ഒരു കാര്യമല്ല, ഇതിങ്ങനെ പോയി കഴിഞ്ഞാൽ ഈ കലാമണ്ഡലം നശിച്ചു പോകുമെന്ന ഒരു പ്രസ്താവന അവർ നടത്തി. അത് ഈ സർക്കാരിനെ വലിയ ഇത് ചൊടിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ സജി ചെറിയാൻ പറഞ്ഞല്ലോ, എന്താണ് കലാമണ്ഡലത്തിലുള്ളവർ മെയിൽ അയക്കേണ്ട കാര്യം. അതെ, കലാമണ്ഡലത്തിലുള്ള ഡാൻസ് മാത്രം ചെയ്താൽ മതി, മെയിൽ അയക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല, മെയിലൊക്കെ തന്നെ ഡാൻസ് കണ്ടുകൊണ്ട് താനേ പോകുമെന്നായിരിക്കും ഒരുപക്ഷെ അദ്ദേഹം വിചാരിക്കുക. അത്തരത്തില് ആ വിഷയത്തില് ഈ മല്ലിക സാരാഭായിക്കെതിരെ ഒരു ഇതുണ്ട്, എതിർപ്പുണ്ട് അവർക്കൊക്കെയുള്ള ഒരു മുന്നറിയിപ്പാണ്. ഒപ്പം തന്നെ ഇപ്പോൾ ഈ ചാർജ് എടുത്തിരിക്കുന്ന റസൂൽ പൂക്കുട്ടിക്കും ഞങ്ങൾ നിങ്ങളെ ഇത്തരമൊരു സ്ഥാനത്തേക്ക് ഏൽപ്പിക്കുന്നുണ്ട്, നല്ലൊരു സ്ഥാനമൊക്കെയാണ്, നിങ്ങളോട് ബഹുമാനമൊക്കെ ഉണ്ട്, അനാവശ്യമായി അഭിപ്രായങ്ങളൊന്നും പറയണ്ട, ഞങ്ങൾക്ക് എതിരായിട്ടുള്ള അഭിപ്രായങ്ങളൊന്നും പറയണ്ട, ഞങ്ങൾക്കിടെ ചൊൽപ്പടിക്കൊത്ത് നിൽക്കാമെങ്കിൽ മാത്രം നിന്നാൽ മതി, അല്ലെങ്കിൽ ഈ അവസ്ഥ ഉണ്ടാകും, നാണം കെട്ട് നിങ്ങൾക്ക് പുറത്തു പോകേണ്ടി വരുമെന്ന ഒരു മുന്നറിയിപ്പ് കൂടി ഇതിലൂടെ ഈ CPM നൽകുന്നുണ്ട്.